ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഗണിതം പാഠപുസ്തകത്തിലെ 1-ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വരകൾ, രൂപങ്ങൾ. നമുക്ക് ചുറ്റും ഒത്തിരി രൂപങ്ങളാണുള്ളതല്ലേ? ഇന്നത്തെ പാഠത്തിൽ നമ്മൾ രൂപങ്ങളെക്കുറിച്ചും അവ ഏതൊക്കെയാണെന്നും ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അതിനു മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 1, വരകൾ, രൂപങ്ങൾ. ഇവിടെ ചിത്രം കണ്ടോ കൂട്ടുകാരെ? എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? മനോഹരമായൊരു സ്കൂൾ കെട്ടിടവും ചുറ്റും മരങ്ങളും കാണാമല്ലേ? വലിയൊരു ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നതും കാണാം. ഏത് സ്കൂളാണ്? കടലുകാണിയിലെ ഗവൺമെൻറ് LP സ്കൂളാണ്. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, മതിലിൽ എന്തൊക്കെ ചിത്രങ്ങളാണ് കാണാൻ കഴിയുന്നത്? മീനുകൾ, ബോട്ട്, പൂച്ച. ഇവിടെ ഒരു ബാനർ ഒട്ടിച്ചിരിക്കുന്നത് കാണാം അല്ലേ? എന്താണ്? ലോക സമുദ്ര ദിനം ജൂൺ 8. ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ആദ്യ പേജിലെ ചിത്രം കൂട്ടുകാർ കണ്ടല്ലോ. മതിലിലെ ചിത്രങ്ങളും കണ്ടില്ലേ? ഇതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം ഇവിടെ വരയ്ക്കാൻ കേട്ടോ. കൂട്ടുകാരെന്താ വരച്ചത്? മീനാണോ, ബോട്ടാണോ, അതോ പൂച്ചയാണോ? ഇഷ്ടമുള്ള ചിത്രം വരച്ച് നിറം കൊടുക്കാം കേട്ടോ. ഇനി കടലുകാണി സ്കൂളിൽ ജൂൺ 8 നടക്കുന്ന ആഘോഷം ഏതാണ്? അതെ, ലോക സമുദ്ര ദിനാഘോഷമാണ്. നോക്കിയേ, ആഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നുണ്ട്. അതുലും സുബിയും അനുവും സ്കൂളും പരിസരവും അലങ്കരിക്കുന്നതിന് കടലാസ് കൊണ്ട് പലതരത്തിലുള്ള മീനുകൾ ഉണ്ടാക്കി. കൂട്ടുകാരെ, ഈ പാഠത്തിൽ നമുക്ക് ഒത്തിരി ചിത്രങ്ങൾക്ക് നിറം കൊടുക്കാനുണ്ട്. അപ്പോൾ കളർ പെൻസിലുകൾ എടുത്തു വെച്ചോളൂ. ഇവിടെ കണ്ടോ, അനുവും സുബിയും അതുലും കൂടെ എന്ത് ചെയ്യുകയാണ്? അതെ, പലതരത്തിലുള്ള കളർ മീനുകൾ ഉണ്ടാക്കുകയാണ്. അവർ ഉണ്ടാക്കിയ കടലാസ് മീനുകൾ ചരടിൽ കൊറുത്ത് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടോ അല്ലേ? ഈ ചിത്രങ്ങൾക്ക് നിറം കൊടുത്ത് അവയെ ഭംഗിയാക്കാം. അടുത്തു നോക്കി, തന്നിരിക്കുന്ന രൂപത്തോട് മറ്റു രൂപങ്ങൾ ചേർത്ത് വരച്ച് മീൻ വരയ്ക്കണം. എന്നിട്ട് അവയ്ക്ക് നിറവും കൊടുക്കണം. വരച്ചോളൂ. ഹായ്, എന്തു ഭംഗിയാണല്ലേ കൂട്ടുകാരെ? അതെ, പല രൂപങ്ങൾ. കടലാസ് മീനുകളിൽ ഏതെല്ലാം രൂപങ്ങളാണ് കൂട്ടുകാർ കണ്ടത്? കൂട്ടുകാർക്ക് അറിയാവുന്ന രൂപങ്ങൾ വരച്ച് പട്ടികയാക്കൂ. ഇവിടെ കണ്ടോ, ആദ്യം കാണുന്ന രൂപം ഏതാ? വൃത്തം. പറഞ്ഞോളൂ കൂട്ടുകാരെ, വൃത്തം. അടുത്ത്, ഇത് ഏത് രൂപമാണ്? എഴുതിക്കോളൂ, ചതുരം. അടുത്ത്, ഇത് ഏത് രൂപമാണ്? ത്രികോണം. അപ്പോൾ നമ്മൾ 3 രൂപങ്ങളെ അറിയാവുന്നത് പട്ടികയിലാക്കി. ഏതൊക്കെയാണ്? വൃത്തം, ചതുരം, ത്രികോണം. ഈർക്കിൽ മീൻ. നോക്കിയേ, ഈർക്കിൽ ഉപയോഗിച്ച് നമുക്ക് മീൻ ഉണ്ടാക്കാം. ഈർക്കിൽ കഷ്ണങ്ങൾ കടലാസിലൊട്ടിച്ച് അതിലുണ്ടാക്കിയ മീനാണ് ഇവിടെ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. കൂട്ടുകാരും ഇത്തരത്തിൽ ഉണ്ടാക്കി നോക്കിയേ. ചിത്രശലഭം. ആഘോഷത്തിന് സ്കൂളും ക്ലാസ്സും ഒക്കെ അലങ്കരിക്കണം. അതിനായി പുതിയ രൂപങ്ങൾ വരയ്ക്കണം. വിവിധ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ച ഒരു ചിത്രശലഭം നോക്കിയേ. ഈ ചിത്രശലഭത്തിനും കൂട്ടുകാർ മനോഹരമായ നിറം കൊടുക്കണം കേട്ടോ. ശലഭത്തിലെ രൂപങ്ങൾ ഏതെല്ലാമാണ് കൂട്ടുകാരെ? എഴുതിക്കോളൂ. വൃത്തം, ത്രികോണം, ചതുരം. ഇവിടെ നോക്കിയേ, പസിൽ കോർണർ. എന്നെ നിർമ്മിക്കാൻ 3 വര മതി. ഞാൻ ആരാ കൂട്ടുകാരെ? ത്രികോണം. എഴുതിക്കോളൂ. വശം അളക്കാം. കണക്ക് പെട്ടിയിലെ ഒരു ചതുര കാർഡ് ഉപയോഗിച്ച് ചതുരം വരച്ചു നോക്കിയേ. ഹായ്, മനോഹരമായ ഒരു ചതുരം നമ്മൾ വരച്ചു. ഇനി ചതുരത്തിന് എത്ര വശങ്ങളാണുള്ളത്? 4 വശങ്ങളുണ്ട്. എണ്ണി നോക്കിയേ. 1, 2, 3, 4. എത്ര വശങ്ങളാണ് ചതുരത്തിനുള്ളത്? 4. ത്രികോണത്തിനോ 3 വശങ്ങളാണുള്ളത്. ഇനി ചതുരത്തിന് എത്ര മൂലകളുണ്ട്? 4 മൂലകളുണ്ട്. കൂട്ടുകാർ വരച്ച ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എഴുതി കൂട്ടുകാർ വെച്ചോളൂ. 3 സെൻറ്റിമീറ്ററാണ് ഓരോ വശത്തിൻ്റെ നീളം. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ?
ഒന്നാമത്തെ വശവും രണ്ടാമത്തെ വശവും മൂന്നാമത്തെ വശവും നാലാമത്തെ വശവും തുല്യമാണല്ലേ? അപ്പോൾ ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? 3 വശം 4 വശങ്ങളും തുല്യമാണല്ലേ? ഇവിടെ നോക്കിയേ, ഈർക്കിൽ ചതുരം 5 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ നീളമുള്ള 2 വീതം ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് അതിലും ബിൻസ എന്നിവർ ഉണ്ടാക്കിയ രൂപങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആരുണ്ടാക്കിയ രൂപമാണ് ചതുരം? അതിലുണ്ടാക്കിയ രൂപമാണ് ചതുരം അല്ലേ? ഇടതും വലതുമുള്ള വശങ്ങൾ കുത്തനെയാണുള്ളത്, അതുകൊണ്ട് അത് ചതുരമെന്ന് നമുക്ക് പറയാം. ബിൻസ ഉണ്ടാക്കിയ രൂപം ചതുരമാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇടതും വലതുമുള്ള വശങ്ങൾ കുത്തനെയല്ല, അവ ചരിഞ്ഞാണ് ഇരിക്കുന്നതല്ലേ? അതെ. ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചതുരത്തിൻ്റെ പ്രത്യേകതകൾ: 1. ചതുരത്തിന് 4 വശങ്ങളുണ്ട്. 2. മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ കുത്തനെയും. അപ്പോൾ ചതുരത്തിൻ്റെ പ്രത്യേകതകൾ കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ചതുരത്തിന് 4 വശങ്ങളുണ്ട്, പിന്നെ 4 മൂലകളുണ്ട്. ചതുരത്തിലെ വശങ്ങൾ എന്താണ്? മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതുമുള്ള വരകൾ കുത്തനെയുമാണ് ഉള്ളത്. ഇനി ചതുരം പലതരത്തിലാണ് ഉള്ളത്. ഇവിടെ കണ്ടോ, 2 ചതുരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? സ്കെയിൽ ഉപയോഗിച്ച് വശങ്ങളാണെന്ന് പട്ടികപ്പെടുത്തുക. ഓരോ വശങ്ങളും കൂട്ടുകാർ അളന്ന് എഴുതി നോക്കിയേ. അളവുകളുടെ പ്രത്യേകത എന്താണ്? വശങ്ങൾ തുല്യമാണല്ലേ? ഇനി മറ്റൊരു ചതുരം നോക്കാം. പലതരം ചതുരങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? സമചതുരം, ചതുരവുമുണ്ട് സമചതുരവുമുണ്ട്. സമചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? 4 വശങ്ങളുണ്ട്, വശങ്ങൾ തുല്യമാണ്, 4 മുക്കുകളുമുണ്ട്. എന്താണ് സമചതുരം? 4 വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് സമചതുരം. അപ്പോൾ സമചതുരം എന്താണെന്ന് കൂട്ടുകാർ അറിഞ്ഞിരിക്കുക. എല്ലാ സമചതുരവും ചതുരമാണ്, എന്നാൽ എല്ലാ ചതുരവും സമചതുരം അല്ല. ഇവിടെ നോക്കിയേ, ചതുരത്തിനുള്ളിൽ സമചതുരം. ഈ ചതുരത്തിനുള്ളിൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സമചതുരം ഉണ്ടാക്കാം. വരച്ചോളൂ. കണ്ടോ? ഇപ്പോൾ 2 സമചതുരം നമുക്ക് ഒരു ചതുരത്തിനുള്ളിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. നോക്കി, സമചതുര കട്ട ഉണ്ടാക്കാം. ചിത്രത്തിലേതുപോലെ സമചതുരങ്ങൾ കട്ടിക്കടലാസിൽ വരച്ച് വെട്ടിയെടുക്കുക. ടീച്ചറിൻ്റെ സഹായത്തോടെ സമചതുര കട്ട ഉണ്ടാക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ സമചതുരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ജിയോ ബോർഡ് കണ്ടോ കൂട്ടുകാരെ? ഗണിത ലാബിലെ ജിയോ ബോർഡിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചതുരങ്ങളും സമചതുരങ്ങളും ഉണ്ടാക്കുക. ഇവിടെ കണ്ടോ, ഒരു ആണിയും അതിനോട് ഏറ്റവും അടുത്തുള്ള 3 ആണിയും ചേർത്ത് റബ്ബർ ബാൻഡ് ഇട്ടാൽ എന്ത് രൂപം കിട്ടും? സമചതുരം ആണ് കിട്ടുക. നോക്കിയ ഗണിത ക്ലബ്ബ്. ഗണിത ക്ലബിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് കേട്ടോ. കൂട്ടുകാർ ക്ലാസ്സൊക്കെ അലങ്കരിച്ചു. എന്തു വച്ചാണ് അലങ്കരിച്ചത്? രൂപങ്ങൾ കൊണ്ടാണ് അലങ്കരിച്ചതല്ലേ? ഏതൊക്കെ രൂപങ്ങളുണ്ട്? ത്രികോണം, ചതുരം, സമചതുരം, വൃത്തം. ഇതിൽ എന്തൊക്കെ രൂപങ്ങളുണ്ട്? നോക്കിയേ കൂട്ടുകാരെ. ആദ്യത്തത് കണ്ടോ, ത്രികോണം, അടുത്തത് സമചതുരം, അടുത്തത് ചതുരം, പിന്നെ വൃത്തം. രൂപങ്ങളും അവയുടെ പേരുകളും കൂട്ടുകാർ ഓർത്തിരിക്കുക കേട്ടോ. എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ മറക്കല്ലേ. കണ്ടെത്താം. നമുക്ക് ചുറ്റുപാടും ഒത്തിരി വസ്തുക്കളെ കാണാൻ കഴിയുന്നുണ്ടല്ലേ? പല ആകൃതിയാണ് അവയ്ക്കുള്ളത്. ആകൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ പട്ടികപ്പെടുത്തണം. നോക്കി, ചതുരക്കട്ട, ഡെസ്ക്, ബെഞ്ച് ഇവയെല്ലാം ചതുരക്കട്ടയാണ്. ഗോളാകൃതിയിലോ? പന്ത്, പ്ലേറ്റ് ഇവയൊക്കെ ഗോളാകൃതിയാണ്. സമചതുരക്കട്ടയോ? ഷാർപ്നർ, ഇറേസർ ഇവയെല്ലാം സമചതുരക്കട്ടയിൽ കാണാറുണ്ട്. വൃത്തസ്തൂപിക, വാട്ടർ ബോട്ടിൽ, ചോക്ക് പീസ് ഇവയെല്ലാം വൃത്തസ്തൂപികയിൽ കാണാൻ കഴിയുന്നുണ്ടല്ലേ? അതെ. ടാൻഗ്രാം, ചിത്രത്തിലെ വിവിധ രൂപങ്ങൾ ക്രമീകരിച്ച ചിത്രങ്ങളാണ് പാഠപുസ്തകത്തിൻ്റെ കവർ പേജിൻ്റെ പിൻഭാഗത്തുള്ളത്. ടാൻഗ്രാമിലെ രൂപങ്ങൾ ഉപയോഗിച്ച് പുതിയ ചിത്രങ്ങൾ കൂട്ടുകാർ ഉണ്ടാക്കി നോക്കിയേ. ഇനി കൂട്ടുകാരെ, നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ചതുരത്തിന് ശരി അടയാളവും സമചതുരത്തിന് ചുവപ്പ് നിറവും കൊടുക്കണം. രണ്ടാമതായി കാണുന്നതാണ് ചതുരം.
അവസാനമായി കാണുന്നതാണ് സമചതുരം. അപ്പോൾ രണ്ടാമതായി കാണുന്നതിന് ടിക്ക് മാർക്കും അവസാനം കാണുന്ന സമചതുരത്തിന് ചുവപ്പ് നിറവും കൊടുത്തോളൂ. രണ്ടാമത്തെ ചോദ്യം, മനു ആശംസ കാർഡ് ഉണ്ടാക്കുകയാണ്. വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുര കാർഡിന്റെ 4 വശത്തും കമ്പിളി നൂൽ ഒട്ടിച്ചു. എത്ര സെന്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത്? ഉത്തരം നോക്കിയേ. 8 × 4 സമം 32 സെന്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ചതുരക്കാർഡ് ഉപയോഗിച്ച് നോട്ട് ബുക്കിൽ ഒരു ചതുരം വരയ്ക്കൂ. വരച്ചോളൂ. വരച്ചു. ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരം വരച്ചോ? വരച്ചു. വലിയ വശത്തോട് ചേർന്ന് വരുന്ന മറ്റൊരു സമചതുരം വരച്ചില്ലേ? ഇനി സ്കെയിൽ ഉപയോഗിച്ച് ഇവയുടെ വശങ്ങളെല്ലാം കൂട്ടുകാരൊന്ന് അളന്നെഴുതി നോക്കിയേ. സമചതുരങ്ങൾ 4 വശങ്ങളും തുല്യമായിരിക്കും. അടുത്ത നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നത് ചില രൂപങ്ങളുടെ വശത്തിന്റെ അളവാണ്. ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണ്? ഇവിടെ നോക്കിയേ, 5, 8, 5, 8 എന്ന് പറയുന്ന സി ഓപ്ഷനിലെ അളവുകളാണ് ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകളെന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരയ്ക്കാൻ കഴിയാത്തത് ഏത്? ഓപ്ഷൻ എ, വശത്തിന്റെ നീളം 8 വീതം. ഓപ്ഷൻ ബി, 5, 5, 5, 5. സി, 4 വശവും 6 വീതം. ഡി, 5, 5, 6, 6. ഉത്തരം ഡി ആണ്, 5, 5, 6, 6. അത് ചതുരത്തിൻ്റെ അളവുകളാണ്, സമചതുരത്തിൻ്റെ അളവുകൾ അല്ല. ആറാമത്തെ ചോദ്യം, ഇവിടെ കണ്ടു, ഒരു ചിത്ര പാറ്റേൺ തന്നിട്ടുണ്ട്. അടുത്ത ചിത്രം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് അടുത്ത ചിത്രം. അപ്പോൾ കൂട്ടുകാർക്ക് ചിത്ര പാറ്റേണുകൾ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാം, അതുപോലെ സംഖ്യാ പാറ്റേണുകളും. അപ്പോൾ അത് കൂട്ടുകാർ പഠിച്ചിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കൂട്ടുകാരുടെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് പഠിച്ചത്, വരകൾ, രൂപങ്ങൾ. വൃത്തം, ചതുരം, സമചതുരം, ത്രികോണം തുടങ്ങിയിട്ടുള്ള രൂപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അവ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ ചിത്രത്തിലൂടെ മനസ്സിലാക്കി. അവയുടെ അളവുകൾ കണക്കാക്കാൻ പഠിച്ചു. ചതുരവും സമചതുരവും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ പഠിച്ചു. അപ്പോൾ കൂട്ടുകാർ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി ഓർത്തിരിക്കുക. ചിത്ര പാറ്റേണുകൾ വരയ്ക്കാൻ, അതുപോലെ തന്നെ രൂപങ്ങൾ തന്നിരുന്നാൽ അവയുടെ പേരുകൾ കണ്ടെത്തി എഴുതാനൊക്കെ കൂട്ടുകാർ നന്നായി അറിഞ്ഞിരിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.